ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് യഥാർത്ഥത്തിൽ ആയത്തുള്ള അലി ഖൊമേനി നാടുവിടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കൂടാതെ അതിന് കാരണമായിട്ടുള്ള കുറച്ച് ചരിത്രങ്ങൾ കൂടി പറയേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 3000-ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ അത് 12,000 വരെ എത്തിയേക്കാം എന്ന് പറയുന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. കാരണം നിരവധി വീഡിയോകൾ ഇൻ്റർനാഷണൽ ചാനലുകൾ നമ്മൾ വെച്ച് നോക്കിയാൽ ആളുകൾ മരിച്ച് റോഡുകളിൽ കിടക്കുകയും അത് ചില ബാഗുകളിലേക്ക് എടുത്തിട്ട് മാത്രം ഈ പറയുന്ന പോലെ സിബിട്ട് മൂടി വെക്കപ്പെട്ട രീതിയിലുമൊക്കെ നിരവധി മൃതശരീരങ്ങൾ റോഡുകളിൽ കിടക്കുന്നതൊക്കെ തന്നെ നമുക്ക് കാണാം. അതുകൂടാതെ അവിടെ ഇൻ്റർനെറ്റൊക്കെ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് എന്താണ് സംഭവിക്കുന്നത്, എത്രയാണ് കണക്കുകൾ എന്നുള്ളതൊന്നും പലപ്പോഴും ലഭ്യമല്ല. പിന്നെ ഇറാൻ പറയുന്നത് അവിടെ ആരും മരിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കും ആയത്തുള്ള അലി ഖൊമേനിയുടെ ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് അവിടുത്തെ പാർലമെൻറ്റും അതുപോലെ തെരഞ്ഞെടുപ്പൊക്കെ വെറുതെ പേരിൽ നടത്തുന്നുണ്ടെങ്കിലും അദ്ദേഹമാണ് അവിടുത്തെ സുപ്രീമോ എന്ന് പറയുന്ന അധികാരി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ തന്നെ ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കൂടാതെ ആ വീഡിയോ കാണാത്തവർ ഒന്ന് എടുത്ത് കാണുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം ഞാൻ ഈ പറയുന്ന ഡീറ്റെയിൽസിലേക്ക് കൂടി കിടക്കാം. യഥാർത്ഥത്തിൽ അവിടെ പേർഷ്യ എന്നുള്ള ഒരു പേരിലാണ് ഇറാൻ അറിയപ്പെട്ടിരുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പിന്നീട് 1979 മുൻപ് അവിടെ ഷാ മുഹമ്മദ് പഹൽവി എന്ന് പറയുന്ന ഒരു രാജാവാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ രാജാവ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷാ മുഹമ്മദ് നസാർ പഹ്ലവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ചുകൂടി അവിടെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ കുറേ കൂടി മോഡേൺ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. യൂണിവേഴ്സിറ്റികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒരുമിച്ച് പോയി പഠിച്ചിരുന്നു. അവിടെ വലിയ തോതിലുള്ള നവറൂസ് എന്ന് പറയുന്ന പുതുവത്സര ആഘോഷങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അത് അവിടെയുള്ള ആളുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം മതമൊക്കെ സ്വീകരിച്ചതാണ്. പക്ഷേ ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിൽ പോലും അവരെല്ലാവരും തന്നെ അവരുടെ ഒരു പേർഷ്യൻ പരമ്പരാഗത ശൈലികളെയൊക്കെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ടാണ് അവരതിനെ വന്നിട്ടുന്നത്. നമുക്കെല്ലാം അറിയുന്ന പോലെ ഒമർ ഖയ്യാമിനെ പോലെയുള്ള വലിയ കവികളുമൊക്കെ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ഒരു സാംസ്കാരികത അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലെ കാര്യം. ടെഹ്റാൻ എന്ന് പറയുന്ന അവരുടെ ക്യാപിറ്റലിൽ തന്നെ വലിയ ഫാഷൻ ഷോകളും ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിക് കൺസേർട്ടുകളും ഒക്കെ നടന്നിരുന്നു. അതുപോലെ ലവറൂസ് എന്ന് പറയുന്ന വലിയ പുതുവത്സര ആഘോഷം ഒക്കെ തന്നെ നടന്നിരുന്നു. കുറേ എൽദാനൈറ്റ് എന്ന് പറയുന്ന ആഘോഷമൊക്കെ നടന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ആഘോഷങ്ങളൊക്കെ തന്നെ നടന്നിരുന്ന കാലഘട്ടത്തിലാണ് 1979 വിപ്ലവം നടത്തുകയും ആയത്തുള്ള റൂഹുള്ള ഖൊമേനി എന്ന് പറയുന്ന ഒരാൾ അധികാരത്തിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോൾ ആ വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി ശരിയാ നിയമങ്ങളനുസരിച്ച് ഭരിക്കാൻ തുടങ്ങുന്ന കാര്യമായി. ഈ ശരിയാ നിയമങ്ങളനുസരിച്ച് ഭരിക്കാൻ തുടങ്ങിയപ്പോൾ പേർഷ്യൻ സാംസ്കാരിക ചിഹ്നങ്ങളിലേക്കൊക്കെ തന്നെ ഇവർ വലിയ തോതിൽ അധിനിവേശം നടത്താൻ തീരുമാനിച്ചു. അധിനിവേശം നടത്താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബലം പിടിച്ചുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഒരു സാംസ്കാരികതയും ദേശീയതയും ഒക്കെ തന്നെ തകർത്ത് കളയുകയും പകരം അത് ഒരൊറ്റ ദേശീയതയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് മിക്ക രാഷ്ട്രങ്ങളുടെയും ഒരു അജണ്ടയാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ചൈനയിൽ ഉയ്ഗർ എന്ന് പറയുന്ന ഒരു ജനതയുണ്ട്. ആ ഉയ്ഗർ എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ജനതയ്ക്കിടക്ക് CPM അവിടെ CPM എന്ന് ശരിക്കും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളൊക്കെ തന്നെ അവരുടെ വീടുകളിൽ അവിടെ മിക്കവാറും എല്ലാ പുരുഷന്മാരെയും പിടിച്ച് ഒരു ക്യാമ്പിനകത്ത് അടച്ചേക്കാണ്. അത് റീ എഡ്യൂക്കേഷൻ ക്യാമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ജയിലുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ജയിലുകളിൽ അടക്കുകയും പകരം ഇവരുടെ വീടുകളിൽ ചെന്ന് സ്ത്രീകളോടൊപ്പം ഇരുന്ന് മദ്യപിക്കുകയും ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം 2 ദിവസം താമസിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് ചൈനയുടെ കൾച്ചറിലേക്ക് എത്തിക്കാനൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കൾച്ചറും സാംസ്കാരികതയും ഒക്കെ എപ്പോൾ വേണമെങ്കിലും ഉണർന്നെണിക്കാവുന്ന വലിയ അപകടങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഇന്ത്യയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഒരു ഹിന്ദു സംസ്കാരം ദേശീയത എന്നൊക്കെ പറയുന്നത് നേരത്തെ കേരളത്തിലടക്കം അത്ര തീവ്രമല്ലായിരുന്നെങ്കിൽ അതൊക്കെ വളരെ തീവ്രമായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ സൂക്ഷ്മമായി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതേപോലെ തന്നെ ഈ പേർഷ്യൻ സാംസ്കാരിക ചിഹ്നങ്ങളൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവർ വളരെ കൃത്യമായിട്ട് ശ്രമിച്ചിരുന്നു. കാരണം ഇതൊക്കെ ഭാവിയിലേക്ക് അപകടങ്ങളാണെന്നറിയാം. അത്തരത്തിൽ ഈ നവറൂസ് പോലെയുള്ള അവരുടെ പുതുവത്സരാഘോഷങ്ങളിലൊക്കെ തന്നെ മതപരമായിട്ടുള്ള പല ആശയങ്ങളുമൊക്കെ തന്നെ ചേർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതുകൂടാതെ എൽദാനൈറ്റ് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലിലും അതുപോലെ ചഹർ ഷംബൈ സൂരി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു തീയിലൂടെയുള്ള ചാട്ടം, ഈ പ്രൊനൗൺസിയേഷനൊക്കെ ഇങ്ങനെ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പില്ല, കാരണം അത് അവരുടെ ഭാഷയിലൊക്കെ ആയതുകൊണ്ട്. പക്ഷെ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന പോലെ ആഘോഷങ്ങളിലൊക്കെ തന്നെ പേര് മാറ്റാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. കൂടാതെ
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1979 മുമ്പ് ഒരു സ്ത്രീയും പുരുഷനും ഒക്കെ തന്നെ അവർ ഒരുമിച്ച് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയും വളരെ സമാധാനപരമായി നടന്നു പോവുകയും ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചെങ്കിൽ ഈ 1979 വിപ്ലവം വന്ന ഏതാണ്ട് 2 ആഴ്ചക്കുള്ളിൽ തന്നെ അവിടെ ശരിയായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ഹിജാബ് അവിടെ എല്ലാവർക്കും തന്നെ ധരിക്കണമെന്ന് പറയുകയും അത് ധരിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്തു. പറഞ്ഞപ്പോൾ തന്നെ 1979 വനിതാ ദിനത്തിൽ തന്നെ അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നുണ്ട്. കാരണം അവരെല്ലാം വിചാരിച്ചത് ഈ പഹൽബിയുടെ ഭാഗത്ത് നിന്ന് ഭരണം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്നാണ്. പക്ഷേ സ്വാതന്ത്ര്യം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കാരണം ഇവരുടെ സ്ത്രീകളുടെ വസ്ത്രധാരണം നോക്കാൻ വേണ്ടി മാത്രം ഒരു മോറൽ പോലീസ് എന്ന് പറയുന്ന സേന ഉണ്ടാവുകയും അവരെല്ലാം തന്നെ ഈ പറഞ്ഞ വസ്ത്രം നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്യുന്ന നിശ്ചിതമായിട്ടുള്ള നിയമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് നടപ്പിലാക്കിയത്. അതിനുശേഷം അവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ നിരവധി സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തിരുന്നു. ആ ജോലി ചെയ്തിരുന്ന സ്ത്രീകളെല്ലാം തന്നെ എങ്ങനെ എടുത്ത് മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വലിയ ജോലികൾ ഉണ്ടായിരുന്ന സ്ത്രീകളെയൊക്കെ പിടിച്ച് എന്ത് ചെയ്തു, മിക്കവരെയും തന്നെ പറഞ്ഞു വിട്ടു. ബാക്കിയുള്ള കുറച്ച് പേരെയൊക്കെ ക്ലർക്കാക്കി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഷെറിൻ ഇബാദി എന്ന് പറയുന്ന ഒരു ജഡ്ജി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ ജഡ്ജിയെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, ചെറിയ പ്രമോഷൻ കൊടുത്തുകൊണ്ട് ക്ലർക്കാക്കി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ജഡ്ജി ആയിരുന്നു, പക്ഷേ എന്ത് ചെയ്തു, സ്ത്രീകളൊന്നും അത്ര വലിയ മേഖലകളിലൊന്നും ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ക്ലർക്കാക്കി. കൂടാതെ ഈ നേരത്തെ പറഞ്ഞ ആയത്തുള്ള റൂഹുള്ള ഖൊമൈനിക്കൊക്കെ ആരുടെ വധശിക്ഷ നടപ്പാക്കാനും വേണമെങ്കിൽ വധശിക്ഷ റദ്ദാക്കാനും ഒക്കെയുള്ള വലിയ അധികാരങ്ങൾ കൂടി കിട്ടിയെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിക്കൊക്കെ മുകളിലാണ് ഇത്തരത്തിലുള്ള അധികാരികൾ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. പിന്നെ അടുത്തത് ഫാമിലി പ്രൊട്ടക്ഷൻ ലോ ഇല്ലാതാക്കി. എന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് ഈ പറയുന്ന പോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ലോകളിൽ നിരവധി ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഏതാണ്ട് അതിനെ ഇല്ലാതാക്കി. പിന്നെ വിവാഹമോചനത്തിനുള്ള അവകാശം അത് പുരുഷന്മാർക്ക് മാത്രമാക്കി, സ്ത്രീകൾക്ക് അങ്ങനെയുള്ള വലിയ അവകാശമൊന്നുമില്ല. കൂടാതെ കുട്ടികൾക്ക് മേലുള്ള അവകാശവും യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് മാത്രമാക്കി. അങ്ങനെ പിന്നെ പുരുഷന്മാർക്ക് ബഹുഭാര്യത്വം അനുവദിച്ചു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ എന്ത് ചെയ്തവിടെ സംഭവിച്ചു. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കരണം കൂടി കടന്നു വരുന്നത്, കാരണം 1979 മുമ്പ്, അതായത് ആ സമയത്ത് തന്നെ അവിടെയുള്ള സ്ത്രീകളുടെ മിനിമം വിവാഹപ്രായം എന്ന് പറയുന്നത് 18 വയസ്സായിരുന്നു. അത്തരം പരിഷ്കരിച്ച സമൂഹമായിരുന്നുവെങ്കിൽ അത് ഒറ്റയടിക്ക് ഇവരെന്ത് ചെയ്തു, 9 വയസ്സാക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 9 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് എന്ത് ചെയ്യാം, കല്യാണം കഴിക്കാം എന്നുള്ള ലെവലിലേക്കുള്ള നിയമമാണ് ഇവർ കൊണ്ടുവന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാനൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ, താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒന്നില്ലെങ്കിൽ സഹോദരനോ അല്ലെങ്കിൽ ഭർത്താവോ കൂടെ വേണം. അല്ലാതെ സ്ത്രീകൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. ഇവിടെയും അതെ, ഇവിടെയും നിയമം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറാനിലുള്ള നിയമം എന്ന് പറയുന്നത് ഒരു പുരുഷൻ സ്ത്രീ ഒരുമിച്ച് വരികയാണെങ്കിൽ മോറൽ പോലീസ് വന്ന് നിങ്ങളെ കൈ കാണിക്കും. അപ്പം നിങ്ങൾ തെളിവ് കൊടുക്കണം, ഈ സ്ത്രീയുടെ സ്വന്തക്കാരനാണ്, കുടുംബക്കാരനാണ്, ഭർത്താവാണ്, അല്ലെങ്കിൽ സഹോദരനാണ്, അല്ലെങ്കിൽ അച്ഛനാണ് എന്ന് പറയുന്ന തെളിവ് കൊടുക്കണം. അപ്പോൾ അത്തരത്തിലുള്ള തെളിവ് കൊടുത്തില്ലെങ്കിൽ അപ്പം തന്നെ ഇവർ രണ്ടുപേരെ പിടിച്ചുകൊണ്ട് പോവുകയും നല്ല ഇടിയിടിക്കുകയും വലിയ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്യുന്ന വളരെ പുരോഗമനപരമായിട്ടുള്ള പരിപാടികളിലാണ് ഇറാൻ നടത്തിക്കൊണ്ടിരുന്നത്. 80കളിലും 90കളിലും ഒക്കെ ആയിട്ട് അവിടെ ബാറ്റിൽ ഓഫ് ഹെയർലൈൻ എന്ന് പറയുന്ന മുടിയിഴകളുടെ യുദ്ധം എന്ന് പറയുന്ന ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഹിജാബ് മാറ്റിക്കൊണ്ട് മുടിയിഴകളെ പിന്നിട്ടുകൊണ്ടുള്ള ഈ പറയുന്ന പോലെ വലിയ പരിഷ്കരണം അല്ലെങ്കിൽ വലിയ പ്രതിഷേധം അവിടെ രൂപപ്പെട്ടിരുന്നു. അതിനുശേഷം നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ മാത്യു സാമുവലിൻ്റെ ചാനലിൽ നിരവധി വീഡിയോകൾ, ഒരു 20ലധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് 2022 മഹ്സ ആമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, 22 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവിടെ ഹിജാബ് ഒന്ന് കാറ്റത്തൊന്ന് മാറിപ്പോയതിൻ്റെ അടിസ്ഥാനത്തിൽ, അതും കുടുംബമൊത്ത് ഒരുമിച്ച് ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റത്ത് ഒന്ന് മാറി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മത പോലീസ് വന്ന്, ഈ മോറൽ പോലീസുകാർ വന്ന് ആ പെൺകുട്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും രാത്രി മുഴുവൻ അതിനെ ഭേദ്യം ചെയ്യുകയും പുറത്ത് നിന്ന് ബന്ധുക്കളടക്കം അതിൻ്റെ കരച്ചിൽ കേൾക്കുകയും രാവിലെ ആയപ്പോൾ അത് അറ്റാക്ക് വന്ന് മരിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുകയും ചെയ്തു. പിറ്റേ ദിവസം ഡെഡ് ബോഡി കൊടുത്തു വിടുകയും ചെയ്തു. അത് വലിയ പ്രക്ഷോഭത്തിനിടയാക്കിയത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. സാൻ സിന്ദഗി ആസാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രക്ഷോഭം തുടങ്ങിയത്. പക്ഷേ ഏറ്റവും ഒടുവിലായപ്പോഴേക്കും ഡിക്റ്റാറ്റർ തുലയട്ടെ എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭമായി മാറുകയും സ്കൂളിലെ ചെറിയ കുട്ടികളടക്കം ഈ പറയുന്ന പോലെ ഹിജാബ് വലിച്ചെറിഞ്ഞുകൊണ്ട് തെരുവുകളിലേക്ക് പ്രക്ഷോഭത്തിനിറങ്ങുകയും അവിടുത്തെ പോലീസുകാരുടെയും അതുപോലെ സൈനിക ഉദ്യോഗസ്ഥരുടെയും മക്കളടക്കം ഇതിനകത്ത് ഉണ്ടാവുകയും ഏറ്റവും ഒടുവിൽ മക്കളൊക്കെ തന്നെ, മക്കളെ ഒന്നും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അവർക്കെതിരെ ആയുധം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സൈന്യത്തിനകത്ത് തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. ഇതൊക്കെ നടക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോട്ടെ, ഇറാൻ്റെ ഏറ്റവും വലിയ പട്ടാള ജനറൽമാരിൽ ഒരാളായിട്ടുള്ള അയാളുടെ കല്യാണം നടന്നിരുന്നു, മകളുടെ കല്യാണം. അത് വിദേശത്ത് വെച്ചാണ് നടന്നത്. അതായത് ഈ പറയുന്ന പോലെ ഒരു വളരെ
സിമ്പിളായിട്ടുള്ള പാശ്ചാത്യ വേഷങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ള അല്പവസ്ത്രധാരികളായിട്ടുള്ള പാശ്ചാത്യ വേഷം അണിഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു കല്യാണമാണ് നടന്നത്. അപ്പോൾ പുറമെ ഇവർ പല തരികിടകൾ പറയുകയും പകരം ഇവർക്ക് തോന്നിയ പോലെ ഇവരുടെ കുട്ടികളൊക്കെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2023 24 ഒക്കെ ആയപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഹിജാബ് ഇല്ലാതെ തന്നെ അവിടെ ആളുകൾക്ക് നടക്കാമെന്ന് പറയുന്ന ഒരു അവസ്ഥ എത്തുകയും ആ ഹിജാബ് ഇല്ലാത്ത ആളുകളെ പിടിക്കാനുള്ള ധൈര്യം അവർക്ക് ഇല്ലാതാവുകയും ഞാൻ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള പോലെ ക്യാമറകൾ വെച്ചുകൊണ്ട് ഫൈൻ ഈടാക്കാനുള്ള ഒരു പരിശ്രമം നടത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഞാൻ നിരവധി ജേർണലിസ്റ്റുകളുടെ കാര്യം പറയുന്നുണ്ട്. ഇതിൽ ഒരുപാട് ജേർണലിസ്റ്റുകൾ, ഒരു 10ഓളം വരുന്ന ജേർണലിസ്റ്റുകൾ അവിടെ നിന്ന് വളരെ പ്രശസ്തരായിട്ടുള്ള ജേർണലിസ്റ്റുകൾ ഇവിടെ നിന്ന് പോവുകയും അവർ അമേരിക്കയിൽ ചെന്ന് അമേരിക്കയുടെ സംരക്ഷണയിൽ ജീവിക്കുകയും അമേരിക്കയുടെ സംരക്ഷണയിൽ ഇരുന്നു കൊണ്ട് അവർ ഇറാനിൽ വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കുകയും ഒരു 1 മില്യൺ അടക്കമുള്ള ഫോളോവേഴ്സ് അടക്കം അവർക്ക് പല ഇൻസ്റ്റാഗ്രാമിലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഉണ്ടാവുകയും അതിലൂടെയൊക്കെ തന്നെ വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ പറഞ്ഞ പോലെ സന്ദേശമൊക്കെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഹിജാബില്ലാതെ നടക്കുന്നവർക്കെതിരെ ഒരു കാരണവശാലും നടപടിയെടുക്കാതിരിക്കാനുള്ള ഒരു വലിയ നടപടിയെടുക്കാനുള്ള ധൈര്യം പോലും ഈ ഗവൺമെൻറ്റിന് നഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിലും അവരേറ്റവും ഒടുവിൽ അത് അടിച്ചമർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അന്നും ഞാൻ പറഞ്ഞിരുന്നു, ഇത് താൽക്കാലികമായ അടിച്ചമർത്തലാണ്, ഈ കനൽ അവിടെ തന്നെ കിടക്കും, ഇത് തീയായി മാറുന്ന കാലം വരുമെന്ന്. ഇപ്പം തീയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 1.5 ലക്ഷത്തോളം വരുന്ന അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പോലെ പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ തന്നെ ജനത്തിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയും അവരെ വെടിവെച്ച് കൊല്ലുകയുമാണ് ഇറാനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇറാന്റെ ചരിത്രം. ലോകത്തെവിടെയും ഈ പറയുന്ന പോലെ മതം ഭരിക്കാൻ തുടങ്ങിയാൽ, മതത്തിൻ്റെ ആശയങ്ങളും മത നിയമങ്ങളും വെച്ച് ഭരിക്കാൻ തുടങ്ങിയാൽ ആ രാജ്യം എവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണിത്. 1979 മാത്രമാണ് ഇവർക്ക് അധികാരം കിട്ടിയത്. അതിനുശേഷം പോലും ശാന്തമായി ഒരിക്കലും ആ രാജ്യം ഇരുന്നിട്ടില്ല. വലിയ തോതിലുള്ള പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരുന്നത് എന്നുള്ളതറിയാം. സാമ്പത്തിക ഉപരോധങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും നിരവധി രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും അവർക്ക് ഏൽക്കേണ്ടി വന്നു. ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താണെങ്കിലും ശരി, അവിടെയുള്ള മഹാഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോൾ ഉള്ള ആയത്തുള്ള അലി ഖമൈനി എന്ന് പറയുന്ന 80 വയസ്സിന് മുകളിലുള്ള ആൾ, അദ്ദേഹം അവിടുന്ന് പോകണമെന്നും അദ്ദേഹം തീർച്ചയായിട്ടും മാറി മറ്റൊരു ഭരണകൂടം വരുമെന്നും ഈ പറയുന്ന നേരത്തെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന പഹൽവി എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരിയുടെ മകന് വലിയ തോതിലുള്ള ജനപിന്തുണ കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതും, പഴയ പേർഷ്യൻ ഭരണത്തിൻ്റെയൊക്കെ തന്നെ സൂര്യനും അതുപോലെ സിംഹവും അടങ്ങുന്ന പതാകയുമൊക്കെ ആളുകൾ വീശി കാണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരു ഭരണമാറ്റം ഏതാണെങ്കിലും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇറാനിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.